അർജുൻ കല്യാട്, ഒരുപാട് വിഷയങ്ങൾ, ഗൗരവത്തിലുള്ള വിഷയങ്ങൾ, രണ്ട് ഭിന്നാഭിപ്രായങ്ങളിലൊക്കെ ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തു. CPM-ൽ ഇപ്പോൾ പല കാര്യങ്ങളിലും വികസനവുമായി ബന്ധപ്പെട്ട് കേരളം എടുക്കുന്ന നിലപാടുകളോട് മറ്റു ഘടകങ്ങൾ അങ്ങനെ അനുകൂലിച്ചല്ല പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ കേരള ഘടകത്തിന്റെ തീരുമാനം അന്തിമമായൊരു നിലപാടായി വരികയും ചെയ്തു. പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ആകെ വിലയിരുത്താനാകും അർജുൻ? ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഭിന്നാഭിപ്രായം അല്ലെങ്കിൽ രണ്ട് അഭിപ്രായം വളരെ പ്രകടമായ രീതിയിൽ തന്നെ കാണാവുന്നതാണ്. അശോക് ധാവ്ലിയുടെ പേരാണ് പ്രധാനമായും ഉയർന്നത്. ബംഗാൾ ഘടകവും മറ്റ് പല സംസ്ഥാന ഘടകവും എല്ലാം അശോക് ധാവ്ലിയുടെ പേര് പ്രധാനമായും ഉയർത്തിയെങ്കിൽ കൂടി അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അശോക് ധാവ്ലെ അവരുടെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും ചില വികസന വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശോക് ധാവ്ലെ എടുത്തിട്ടുള്ള നിലപാട് കൃത്യമായ രീതിയിൽ പുനരധിവാസവും കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരവും എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമുള്ള ഒരു വികസനം നടന്നാൽ മതി എന്നുള്ള നിലപാടായിരുന്നു അശോക് ധാവ്ലെ അന്ന് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വികസന പദ്ധതികളിലെല്ലാം അശോക് ധാവ്ലെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അതിനെ എതിരായി നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേരള ഘടകം അതിശക്തമായ രീതിയിൽ എം എ ബേബിക്ക് ഒരു പിന്തുണ നൽകിയിട്ടുള്ളത്.